ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഖുംതു ലൈലതൻ ഉസല്ലി അൻ യസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രാത്രിയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമാണ്, ഞാൻ ഇടതു ഭാഗത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കുകയുണ്ടായി. ഫഅഖദ ബിയദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചു, ഔ ബിഅദി, എന്റെ ഈ ഷോൾഡറിൽ ഇവിടെ ഇതിന്റെ ഈ കൈയിന്റെ ഭാഗത്ത് പിടിച്ചിട്ട്, ഹത്ത അഖാമനി അൻ യമീനിഹി, എന്നെ വലതു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയെന്ന്, ബാക്കിലൂടെ അങ്ങനെ വലതു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമസ്കാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാൾ നമസ്കരിക്കുകയാണെങ്കിൽ ഒരാൾ ഇമാമും മാമൂമും ആണെങ്കിൽ എവിടെയാണ് നിൽക്കേണ്ടത്? ഇമാമ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ, ഇമാമിന്റെ അടുത്ത് തന്നെയാണ് എന്ത് മാമൂം നിൽക്കേണ്ടത്. അങ്ങനെയാണ്, ഇടത്തെ ഭാഗത്തല്ല, റൈറ്റ് സൈഡിൽ ഇമാമിന്റെ വലതു ഭാഗത്ത് രണ്ടുപേരും ചേർന്ന് നിൽക്കണം. പിന്നീട് ഒരാൾ വരികയാണെങ്കിലോ അയാൾ ഇമാമിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇടതുഭാഗത്ത് നിൽക്കണം. എന്നിട്ട് രണ്ടുപേരും കൂടി എന്താണ് പിന്നിലേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ നമ്മൾ കാണാറുള്ളത് സാധാരണയായിട്ട് ഒരാൾ നിസ്കരിക്കുമ്പോൾ എന്റെ കൂടെ ഒരാളുണ്ടാവും, ബാക്കിലല്ല, ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. പിന്നെ ഒരാൾ വരികയാണെങ്കിൽ ഇയാൾ ഇങ്ങനെ വലിച്ച് പിന്നിലേക്ക് കൊണ്ടുപോകും. അതൊരിക്കലും ഖിലാഫ് സുന്നത്തിനെതിരാണ്, അങ്ങനെയൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയാണ് നമസ്കരിക്കുന്നതെങ്കിൽ അങ്ങനെ നമസ്കരിക്കാമല്ലോ. ഭാര്യയാവാം, സഹോദരിയാവാം, മകളാവാം. അങ്ങനെ ഒരാളും പെണ്ണാണെങ്കിൽ ആണാണ് ഇമാമ നിൽക്കേണ്ടത്. അപ്പോൾ സ്ത്രീ അവിടെ നിൽക്കും, നേരെ ബാക്കിലാണ് നിൽക്കേണ്ടത്, ഒരുമിച്ചല്ല. ആണുങ്ങളാണെങ്കിൽ മാത്രമാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്, സ്ത്രീകളാണെങ്കിൽ പിന്നെ ബാക്കിൽ നിൽക്കണം. സഹോദരിയോ ഭാര്യയോ മകളോ ഒക്കെ നമസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്.